പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സമ്മേളനത്തിൽ പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചാ വിഷയമാക്കും. അത് ഒരു വലിയ ഒരു വെല്ലുവിളിയൊക്കെ ഉയർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ തരൂരിനെ ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ തരൂർ ആരുടെ പക്ഷത്ത് നിൽക്കും? കോൺഗ്രസിന്റെ, അതായത് രാഹുലിന്റെ പക്ഷത്ത് നിൽക്കുമോ അതോ രാജ്യത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ? അദ്ദേഹം അത് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ ആരുടെ കൂടെയാണ് എന്നുള്ളത് തരൂർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ വലിയ ആക്ഷേപവുമായിട്ട് ഇറങ്ങിയിരുന്നു. അദ്ദേഹം വിശ്വപൗരനാണ്. അദ്ദേഹം വിശ്വത്തിൻ്റെ കാര്യങ്ങൾ ആണ് അദ്ദേഹം നോക്കുന്നത്. ആഗോള വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കേട്ടു. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വാളോങ്ങുന്ന കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത്. കെ മുരളീധരനെ പോലെയുള്ള സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ തരൂരിനെ അറഞ്ചം പുറഞ്ചം വെട്ടാൻ വന്നത് നമ്മൾ കണ്ടതാണ്. വെട്ടൊന്നും തരൂരിന് ഏറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹം അതിനെയെല്ലാം വളരെ ഭംഗിയായിട്ട് പുല്ലുപോലെ വലിച്ചു ദൂരെ കളഞ്ഞു. കെ മുരളീധരനൊന്നും ഒരു മറുപടി പോലും കൊടുക്കാൻ തരൂർ തയ്യാറായില്ല. കാരണം തരൂരിന് പറ്റിയൊരു എതിരാളിയല്ല കെ മുരളീധരൻ ഇപ്പോൾ. മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പല്ലും നഖവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു എന്താ പറയണ്ടേ, പുലിയാണ്. പണ്ട് പുലിയായിരുന്നു, ഇപ്പോൾ അത് പൂച്ചയാണോ അതോ മറ്റു വല്ലതുമാണോ എന്നൊക്കെ കാലം വിലയിരുത്തട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. കാരണം കോൺഗ്രസ് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് ഈ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്താനും പ്രക്ഷുബ്ധമാക്കാനും പരമാവധി ഈ ഈ സഭാ സമ്മേളനത്തെ അലങ്കോലമാക്കാൻ ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ഈ പാർലമെൻ്ററി കാര്യ മന്ത്രി അടക്കമുള്ളവർ, ഇപ്പോൾ കിരൺ റിജിജുവിനെ പോലെയുള്ളവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പഹൽഗാമുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. സർക്കാർ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എന്തും നമുക്ക് ചർച്ച ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും പ്രതിപക്ഷത്തിന് ചോദിക്കാം. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ തരൂരും വ്യക്തമാക്കി. നമ്മൾ അതിനെ ആണ് ചേർത്ത് വായിക്കേണ്ടത്. തരൂർ എന്താ പറഞ്ഞത്? രാഷ്ട്രമാണ് പ്രധാനം. പ്രഥമ പരിഗണന രാഷ്ട്രത്തിനാണ്. ആദ്യം പരിഗണിക്കുന്നത് രാഷ്ട്രമാണ്. രാഷ്ട്രം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ രാഷ്ട്രം മരിച്ചു പോയിട്ട്, രാഷ്ട്രം ഇല്ലാതായി പോയിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് പോലും ഒരു അസ്തിത്വം ഉണ്ടാകില്ല രാഷ്ട്രമില്ലെങ്കിൽ. അതുകൊണ്ട് പ്രഥമ പരിഗണന, ആദ്യത്തെ പരിഗണന, ആദ്യം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രത്തിനാണ്. രണ്ടാമതേ ഉള്ളൂ പാർട്ടി. അത് നൽകുന്ന സന്ദേശം വ്യക്തമല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു ചർച്ചയുണ്ടായി, ഒരു വോട്ടെടുപ്പ് നടന്നു എന്നിരിക്കട്ടെ. കോൺഗ്രസ് വിപ്പ് കൊടുക്കുകയാണ് ഈ കാര്യത്തിൽ. ആ വിപ്പ് തരൂർ അനുസരിക്കില്ല എന്ന് വ്യക്തമല്ലേ ഇതിൽ നിന്ന്? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കും. അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തേക്ക് പോയി MP സ്ഥാനം രാജിവെച്ച് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നതല്ല. അദ്ദേഹം ചിലപ്പോൾ BJP ചേരാം, BJPയിൽ ചേരാതിരിക്കാം, തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരാം, ഒക്കെ സംഭവിക്കാം. ഇനി കോൺഗ്രസ് ഇന്നത്തെ നിലയ്ക്ക് തരൂരിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോയാൽ അത് കോൺഗ്രസ്സിന് തന്നെയാണ് ദോഷം. കാരണം ഇന്ന് രാഹുൽ ഗാന്ധിയെയും തരൂരിനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ തരൂർ ഒരു വലിയ ഫിഗറാണ്. അത് അമേരിക്കയിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പഹൽഗാമിൽ ഈ കൂട്ടക്കൊല നടത്താൻ നേതൃത്വം കൊടുത്ത ആ സംഘടനയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ആ പ്രഖ്യാപനം വന്നതിൻ്റെ പുറകിൽ തരൂരിൻ്റെ പ്രയത്നമുണ്ട്. തരൂര് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സംഘത്തെയും കൂട്ടി അമേരിക്കയിൽ പോയി വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ആരാണ് ഇതിൻ്റെ പുറകിൽ, അവരെങ്ങനെയാണ് ഈ കൂട്ടക്കൊല നടത്തിയത്, അവരെ ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ എല്ലാ വിഷയങ്ങളും തരൂർ വളരെ ഭംഗിയായി തെളിവ് സഹിതം അദ്ദേഹം അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും അവിടുത്തെ ഈ ട്രംപിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും സെനറ്റർമാരെയും ഒക്കെ അദ്ദേഹം കോൺഗ്രസിൻ്റെ
അംഗങ്ങളെയൊക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ. അപ്പോൾ അത് ഒരു വലിയ നയതന്ത്ര വിജയമാണ്. ആ നയതന്ത്ര വിജയം ഇപ്പോൾ ട്രംപ് അവിടെ അസിം മുനീറിനെ വിളിച്ചു വിരുന്നു കൊടുത്തു ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കൃത്യമായിട്ടും ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ സംഘടനയാണ്, അവരാണ് ഈ ആക്രമണം നടത്തിയത്, ഇത് പാകിസ്ഥാൻ പിന്തുണയോടെയാണ് ഇത് ചെയ്തത്, അതിനുള്ള തിരിച്ചടി നമ്മൾ കൊടുത്തു, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യകാരണ സഹിതം തെളിവുകൾ നിരത്തി തരൂർ അമേരിക്കയെ ബോധ്യപ്പെടുത്തി. നോക്കൂ, ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം തരൂരിൻ്റെ കഴിവിനെ പ്രശംസിക്കുമോ അതോ ഇകഴ്ത്തുമോ? ഈ രാഹുൽ ഗാന്ധിക്ക് തരൂരിനോടുള്ള അസൂയയാണ് ഇപ്പോൾ ഈ തരൂരിനെ ആക്രമിക്കുന്നതിലും ഒറ്റപ്പെടുത്തുന്നതിലും കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നല്ലേ ഭരണപക്ഷം വ്യാഖ്യാനിക്കുക? അങ്ങനെയല്ലേ സർക്കാർ അതിനെ വിശദീകരിക്കുക? തരൂര് ഈ പറഞ്ഞതുപോലെ രാജ്യങ്ങളിൽ പോയി എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന് കൃത്യമായി പറഞ്ഞത് ഒരു പക്ഷേ എന്താ നമ്മൾ പുകഴ്ത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയും അതെ, 5 റഫേൽ വെടിവെച്ചിട്ടു, വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ആകെ 6 റഫേലാണ് നമ്മുടെ അതായത് രാജ്യം പറയുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കുന്ന വെടി നിർത്തൽ കരാറിലേക്ക് വരുന്നു എന്നുള്ളത് ട്രംപ് പറഞ്ഞതിന്റെ ഉദ്ദേശം. മോദി ട്രംപിന് മുട്ടുമടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ ഉന്നയിക്കാൻ സാധ്യതയില്ല, ഉന്നയിക്കും. അതിനൊന്നും ഇതൊക്കെ നനഞ്ഞ പടക്കമാണ്, പൊട്ടില്ല. പാർലമെൻറ്റിൽ അതൊന്നും പൊട്ടാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മിണ്ടാതിരുന്നാൽ മതി. അതിനുള്ള മറുപടിയാണ് തരൂർ. ഈ തരൂർ അമേരിക്കയിൽ എന്തൊക്കെ ചെയ്തു, ഈ പാർലമെൻറ്റിൽ ഈ വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സംഘത്തെയും നയിച്ച ആൾക്കാർ പ്രതിപക്ഷത്ത് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അസാസുദ്ദീൻ ഒവൈസി അദ്ദേഹം ഈ അവസരത്തിൽ ഇതിനെതിരെ സർക്കാരിനെതിരെ, സർക്കാർ സ്വീകരിച്ച നടപടിക്കെതിരെ അദ്ദേഹം എന്തെങ്കിലും പറയുമോ? പ്രതിപക്ഷത്തുനിന്ന് തന്നെയുള്ള കനിമൊഴി, ജോൺ ബ്രിട്ടാസ്, സൽമാൻ ഖുർഷിദ്, ഇവരെല്ലാം ഈ ഇന്ത്യയുടെ സൈനിക നടപടിയെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ? ഈ കോൺഗ്രസ് കൊണ്ടുവരാൻ പോകുന്ന ഈ ചർച്ച ബൂമറാങ്ങായി മാറും. അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ കടുത്ത തിരിച്ചടിയാവും. ഒരുപക്ഷെ പറഞ്ഞു ഇത്തരത്തിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപ് 5 വിമാനം വീണു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ വിമാനമാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത്? അവർക്ക് തോന്നുന്നത് പോലെ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് മറുപടിയുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒറ്റപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷമല്ല, രാഹുൽ ഒറ്റപ്പെടും. ഈ രാഹുലിന്റെ ഒറ്റപ്പെടലിൽ സംഭവിക്കാൻ പോകുന്നത്, ആ രാഹുലിന്റെ ഒറ്റപ്പെടലിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് ഒന്നടങ്കം തരൂരിനെ ആക്രമിക്കും. ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെയായിരിക്കും. നരേന്ദ്രമോദിയുടെ മുന്നിൽ രാഹുൽ തോറ്റു, രാഹുൽ വീണു, രാഹുൽ തേഞ്ഞു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കും. തരൂർ പാർട്ടിയെ ഒറ്റി, തരൂർ മോദിക്കൊപ്പം ചേർന്നു, ഭരണപക്ഷത്തിനൊപ്പം ചേർന്നു, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെയായിരിക്കും ഇവരുടെ ആക്ഷേപം. അതൊന്നും തരൂരിന് പ്രശ്നമല്ല. തരൂർ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കൂടുതൽ കളിച്ചാൽ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിക്കും തരൂർ. അങ്ങനെയെങ്കിൽ തരൂർ പുറത്തേക്ക് പോകും. അടുത്ത നിമിഷം തരൂർ രാജിവെക്കും, MP സ്ഥാനം രാജിവെക്കും. പിന്നെയുള്ള തരൂരിൻ്റെ ഭാവി എന്താണെന്ന് നമ്മൾ കണ്ടറിയണം. തരൂരിനെ കാത്ത് എന്തായാലും വലിയ പദവികൾ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. തരൂര് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയാൽ അത് പ്രതിപക്ഷത്തിനൊരു കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അത് കേരളത്തിൽ ഉൾപ്പെടെ അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാനാകും. കോൺഗ്രസ് ഒരു ചീട്ട് കൊട്ടാരം പോലെ ഡൽഹിയിൽ തകർന്നു വീഴുന്ന കാഴ്ച നമുക്ക് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ കാണാനാകും. അതിന് തരൂർ കാരണക്കാരനാകും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.